ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഒരു വിശേഷത്തിനെ പറ്റി നിങ്ങളോട് പറയാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, എൻ്റെ നിരഞ്ജനയുടെ വിവാഹമാണ്. അപ്പോൾ ഞാനത് 1-2 വ്ലോഗുകളിൽ പറഞ്ഞിരുന്നു. അപ്പം ഇടയ്ക്ക് കുറച്ച് നാളുകൾ കൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. നമ്മൾ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് അടുത്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിരഞ്ജനയുടെ കല്യാണ ലെറ്റർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പം നമ്മുടെ കല്യാണ ലെറ്റർ ഈ ഒരു ലെറ്ററാണ്. എൻ്റെ ഫ്രണ്ടിൽ ഈ കവറിൽ നമ്മൾ നിരഞ്ജന ഹരിലാൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കത്ത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ കത്ത്. നമ്മൾ കത്ത് അടിച്ചിട്ടൊക്കെ ഏകദേശം 2 മാസമൊക്കെ ആയിട്ട് ഉണ്ടെങ്കിലും നമ്മളെ കല്യാണ വിളികൾ പൊതുവേ നമുക്കങ്ങ് താമസം വന്നു കേട്ടോ. അപ്പം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തൂത്തുക്കുടി യാത്രയും നമ്മളെ ഇവിടുത്തെ ടൈം ടേബിളും ഒക്കെ കൊണ്ടാണ് കേട്ടോ. തൂത്തുക്കുടിയിൽ നിന്ന് നമ്മൾ ഏകദേശം ഈ നാട്ടിൽ വന്നപ്പോൾ തന്നെ ഏപ്രിൽ 25 കൂടിയാണ് മൊത്തത്തിൽ അവിടെ കീർത്തനയുടെ കോളേജ് അടച്ച് ഇലക്ഷനും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്, വീട്ടിലേക്ക് വന്നത്. അതിന് ശേഷമാണ് നമ്മൾ കുറച്ചധികം കല്യാണത്തിൻ്റെ വിളികൾ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പേരെ വിട്ടുപോയിട്ടുണ്ടെന്നും നമുക്കറിയത്തില്ല. ദേണ്ടേ ഇങ്ങനത്തെ ഒരു ബുക്കിനകത്താണ് എല്ലാം എഴുതി വച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലൊരു ബുക്കിനകത്ത് നമ്മളെല്ലാം എഴുതി വെച്ചിട്ട് ഓരോ പേരുകളും നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ വെട്ടി ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ കല്യാണം വിളി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കുറച്ചധികം ആൾക്കാരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മളുടെ നമ്മളുടെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളിൻ്റെ പേര് എഴുതിയിട്ട് അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ളവരുടെ പേരുകൾ എഴുതിയിട്ട് അപ്പം പിന്നെ ഓരോ വീടുകളിലും പോയിട്ട് അത് വെട്ടിയിട്ട് അപ്പം അത്രയും നമുക്ക് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഒരു പേര് വിട്ടുപോയാലോ അല്ലെങ്കിൽ ഒരാളിനെ നമ്മൾ വിട്ടുപോയാലൊക്കെ പിന്നെ നമുക്ക് ടെൻഷൻ വരും. കാരണം കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ഒരു രക്ഷയില്ലല്ലോ. പിന്നെ നെക്സ്റ്റ് ഒരു കത്തും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കത്തെന്ന് പറഞ്ഞാൽ ചിറക്കര ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ള ഒരു കത്താണ്. സെക്രട്ടറി ആണ് ഇത് ഒരു അറിയിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നിരഞ്ജന എന്ന് പറഞ്ഞാൽ CPIMൻ്റെ ചിറക്കര ലോക്കൽ കമ്മിറ്റി അംഗവും DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹരിലാലും കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ മുൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പം ഇവരൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരാണ്. അപ്പം അവർക്ക് ഇതുപോലത്തെ ഒരു കത്ത് പാർട്ടി നൽകാറുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ മെയ് മാസം 10-ാം തീയതിയാണ് നിരഞ്ജനയുടെ വിവാഹം. നമ്മുടെ ചാത്തന്നൂർ EAK കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ വിവാഹം. നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് കീർത്തനയുടെ വിവാഹം പോലെ തന്നെ അത്രയും ലളിതവും മനോഹരവുമാണ്. നമ്മൾ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് കല്യാണം കഴിക്കുന്നത്. നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ അതിനുള്ള അപേക്ഷകളെല്ലാം നൽകി കഴിഞ്ഞു. അപ്പം അവർ നമ്മൾ ഹാളിലേക്ക് വന്ന് ആണ് ഈ ഒരു എന്തുവാ പറയുന്ന ഒപ്പിടുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പം അതിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ സ്ത്രീധനരഹിതമായിട്ടുള്ളൊരു വിവാഹമാണ്. വളരെ സിമ്പിളായിട്ടാണ് നടത്തുന്നതെങ്കിലും നാട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഫ്രണ്ട്സുകളും എല്ലാം ഒത്തുചേരുന്ന, അതായത് ഞങ്ങൾക്ക് ഇവരെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം അത്രയും ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ഇത് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സത്യത്തിൽ ഈ വിവാഹം നമുക്ക് ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താവുന്നതേ ഉള്ളൂ. 2 സാക്ഷികളുടെ ആ ഒരു രീതിക്ക് നടത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഞങ്ങളുടെ സന്തോഷമാണ്. ഓക്കെ, അപ്പം ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിവതും എല്ലാവരും വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു അറിയിപ്പായിട്ട് കരുതുക. ഓക്കെ.